പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഓർമ്മച്ചിലയിൽ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് മാധവിക്കുട്ടിയുടെ ചേക്കേറുന്ന പക്ഷികൾ എന്ന കഥാസമാഹാരത്തിലെ ഭയം എന്ന കഥയാണ്. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. കഥയുടെ പേര് ഭയം. കുഗ്രാമം ക്രമേണ ഗ്രാമമായി. ഗ്രാമം ക്രമേണ ഒരു ചെറിയ പട്ടണമായി വളർന്ന് ഐശ്വര്യത്തിൻ്റെ സർവ്വലക്ഷണങ്ങളും പ്രദർശിപ്പിച്ചു തുടങ്ങി. മുഖഛായ പാടെ മാറി. 5-6 ധനിക കുടുംബങ്ങൾ മാത്രം ജീവിച്ചിരുന്ന ആ പ്രദേശത്ത് പുതുപ്പണക്കാർ ഗൾഫിൽ നിന്ന് ഒഴുകിയ പണം ഉപയോഗപ്പെടുത്തി കോൺക്രീറ്റ് സൗധങ്ങൾ ഉയർത്തി. എല്ലാ വീടിനും ഓരോ കാറും വന്നെത്തി. അമ്പലത്തിൻ്റെ മുമ്പിലെ ആൽത്തറ മാത്രം മാറ്റങ്ങളില്ലാതെ അവശേഷിച്ചു. അതിൻ്റെ സമീപത്ത് ബസ് സ്റ്റോപ്പ് വന്നു. ഇടയ്ക്ക് കിഴക്ക് നിന്ന് കിതച്ചും ചുമച്ചും ഓരോ ബസ് അവിടെ വന്നു നിന്നു. ഓരോ വണ്ടി വരുമ്പോഴും ആൽത്തറ ബസാറിലെ കടകളിൽ നിന്ന് ഉടമസ്ഥർ എഴുന്നേറ്റ് അതിലെ യാത്രക്കാർ ഇറങ്ങുന്നത് കൗതുകപൂർവ്വം ഉറ്റുനോക്കി. മുറുക്കാനും സിഗരറ്റും ബീഡിയും ജൗളിത്തരങ്ങളും ഇമിറ്റേഷൻ ആഭരണങ്ങളും പ്ലാസ്റ്റിക് ബക്കറ്റുകളും ട്രാൻസിസ്റ്റർ സെറ്റുകളും മധുര നാരങ്ങകളും ആൽത്തറ ബസാറിലെ വിൽപ്പനയ്ക്ക് നിരത്തിയിരുന്നു. സൗദാമിനി ടീച്ചർ അന്ന് 7 മണിക്കേ ബസ് സ്റ്റോപ്പിൽ എത്തിയുള്ളൂ. ഡോക്ടർ ഭാസ്കരൻ നായരുടെ ഏകപുത്രിക്ക് കണക്കിന് ട്യൂഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ 6:45 മണിയായി. സാധാരണ 6:30 ബസ് സ്റ്റോപ്പിൽ എത്താറുണ്ട് ടീച്ചർ. ബസ്സിൽ പോയാൽ ഒരു ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തേക്കുള്ള സ്വന്തം വീട് എത്തുവാൻ 15 മിനിറ്റ് പിടിക്കും. വേഗം മേൽ കഴുകി ഉമ്മറത്ത് വിളക്ക് വയ്ക്കാം. വിളക്ക് വയ്ക്കുന്നത് ഏറെക്കുറെ അന്ധയായി കഴിഞ്ഞ അമ്മയ്ക്ക് വേണ്ടിയാണ്. ടീച്ചർക്ക് നാട്ടാചാരങ്ങളിൽ വിശ്വാസമില്ല. ചെറുപ്പം മുതൽക്കേ മാർക്സിസ്റ്റ് ചിന്താഗതിക്കാരിയാണ് അവർ. അമ്പലനട കടന്നു പോയാലും തൊഴാൻ മനസ്സ് വരാറില്ല. ടീച്ചർ പൂക്കുടയും ചോറ്റുപാത്രവും തോൾസഞ്ചിയുമായി വഴിയോരത്തുകൂടി കുലുങ്ങി നടന്നു വരുന്നത് പാത്രം വിൽക്കുന്ന കടയിൽ നിന്നിരുന്ന വേണു കണ്ടു. അയാളുടെ കയ്യിൽ നിന്ന് ഒരു കോപ്പിൻ്റെ ആന പെട്ടെന്ന് നിലംപതിച്ചു. ടീച്ചറുടെ പച്ചസാരി നോക്കിക്കൊണ്ട് വേണു ഉരുവിട്ടു. പച്ചപ്പനന്തത്തെ പുന്നാര പൂമുത്തേ. ടീച്ചറെ കണ്ടാൽ അവർക്ക് ഏകദേശം 50 വയസ്സായി തുടങ്ങിയെന്ന് ശത്രുക്കൾ കൂടി വിശ്വസിക്കില്ല. പുഷ്ടിയുള്ള ശരീരം, മുഖക്കുരുവിൻ്റെ പാടുകൾ പ്രദർശിപ്പിക്കുന്ന തുടുത്ത കവിളുകൾ, അല്പം മലച്ച കീഴ്ച്ചുണ്ട്, ചുരുണ്ട തലമുടി. കണ്ണിനാനന്ദം ടീച്ചറുടെ രൂപം എന്ന് ഉറക്കെ പാടിയതിന് ചുവരിലടി കിട്ടിയത് വേണുവിന് ഓർമ്മ വന്നു. ഒരിക്കൽ താനും ടീച്ചറുടെ ശിഷ്യനായിരുന്നു. അവർ തന്നെ ബെഞ്ചിന്മേൽ കയറ്റി നിർത്തിയിട്ടുണ്ട്. ക്ലാസ്സിൽ നിന്ന് ശകാരിച്ച് പുറത്തിറക്കിയിട്ടുമുണ്ട്. എങ്കിലും ടീച്ചറെ കാണുമ്പോൾ യാതൊരു തിക്താനുഭവവും താൻ ഓർമ്മിക്കുന്നില്ലെന്ന് വേണു ആശ്ചര്യത്തോടെ ഓർത്തു. ടീച്ചറുടെ പൃഷ്ഠത്തിൻ്റെ സംഗീതാത്മകമായ ചലനം നോക്കിക്കൊണ്ട് അവരെ പിന്തുടരുവാൻ തനിക്ക് എല്ലായ്പ്പോഴും താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ എന്ന് വിളിച്ചോതുന്ന ആ നിതംബം സെക്സിയാണെന്ന് താൻ കൗമാരദിശയിൽ തന്നെ മനസ്സിലാക്കി. ടീച്ചർ എന്തേ ഇത്ര വൈകിയത്? വേണു അവരെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു. കൂടെ നിന്നിരുന്നവർ സംസാരം പെട്ടെന്ന് നിർത്തി അയാളെ നോക്കിക്കൊണ്ട് നിന്നു. ഡോക്ടറുടെ മോൾക്ക് ട്യൂഷൻ കൊടുത്തു തീർന്നപ്പോൾ നേരം കുറെ വൈകി. എത്ര പറഞ്ഞു കൊടുത്താലും ആ കുട്ടിക്ക് തലക്കേറില്ല. കഴിഞ്ഞ കൊല്ലം തോൽപ്പിച്ചാൽ മതിയായിരുന്നു. 10ാം ക്ലാസ് വരെ കാശുള്ളവരുടെ മക്കളെ ജയിപ്പിച്ച് തള്ളിവിടും. പിന്നെ ഞങ്ങൾക്കായി പാസ്സാക്കേണ്ട കടമ, ടീച്ചർ പ്രസ്താവിച്ചു. ഡോക്ടർ ടീച്ചർക്ക് പണം എണ്ണി തരണില്ലേ? വേണു ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പണമൊക്കെ തരുന്നുണ്ട്. ഇക്കുറി തോറ്റ ഇനി പഠിപ്പിക്കണില്ല എന്നാ ഡോക്ടർ പറയണ. വല്ലവരും പിടിച്ച് കല്യാണം നടത്തും. 100 പവൻ്റെ മാലയും വളയും ഒക്കെ വാങ്ങി വെച്ചിരിക്കണു, ടീച്ചർ പറഞ്ഞു. രമക്കുട്ടി എന്നല്ലേ അതിൻ്റെ പേര്? ഞാൻ ചോദിച്ചാൽ എനിക്ക് കല്യാണം കഴിച്ചു തരുമോ? വേണു ചോദിച്ചു. നല്ലോണം മനസ്സിരുത്തി പഠിച്ചിരുന്നു വെച്ചാൽ വേണുവിന് രമക്കുട്ടിയെ കിട്ടുമായിരുന്നു. BA തോറ്റ ഒരു ചെറുപ്പക്കാരനൊന്നും ആ കുട്ടിയെ ഡോക്ടർ കൊടുക്കില്ല, ടീച്ചർ പറഞ്ഞു. എനിക്ക് രമക്കുട്ടിയെ പുലർത്താനുള്ള കാശില്ലേ? എൻ്റെ വീട്ടിൽ അവളെ പട്ടിണി ഇടില്ല എന്ന് ടീച്ചർ ഡോക്ടറോട് പറയണം, വേണു നീരസത്തോടെ പറഞ്ഞു. ഞാൻ ഡോക്ടറോട് ഒരു കാര്യം സംസാരിക്കാറില്ല. ആ ഭാരതിയമ്മയ്ക്ക് ഡോക്ടർ പെണ്ണുങ്ങളോട് സംസാരിക്കണത് അശേഷം കണ്ടുകൂടാ, ടീച്ചർ പറഞ്ഞു. ടീച്ചറെ അവർക്ക് സംശയം തോന്നിയിട്ടുണ്ടാവും. ടീച്ചറുടെ സൗന്ദര്യം വേണു വെറുവെറുത്തു. ഓ, എൻ്റെ സൗന്ദര്യം! എനിക്ക് സൗന്ദര്യം ഉണ്ടെങ്കിൽ എൻ്റെ കല്യാണം കഴിഞ്ഞാനെ. സൗന്ദര്യം ഇല്ലെങ്കിൽ ഇഷ്ടം പോലെ കാശ് വേണം. അതും ഇല്ലാത്ത പെണ്ണുങ്ങൾ വീട്ടിലിരിക്കുക. വേണുവിൻ്റെ കൂടെ ക്ലാസ്സിൽ പഠിച്ച ഷോഫനെ ഓർമ്മയല്ലേ? അവളിപ്പോൾ വീട്ടിലിരുന്ന് ടൈപ്പ് പഠിക്കുക. വീട്ടിലിരുന്ന് ഭ്രാന്ത് വരാത്രേ. അതിനൊരു ഭംഗിയില്ല. രമക്കുട്ടിയുടെ സ്ഥിതി അങ്ങനെയല്ല. ഈ വെള്ളിയാഴ്ച ടീച്ചറുടെ വീട്ടിൽ പിന്നിൽ അമ്പലത്തിൽ ഉത്സവമല്ലേ? ടീച്ചർ വിളിച്ചാൽ രമക്കുട്ടിയും വരും. എനിക്ക് ആ കുട്ടിയായിട്ടൊന്ന് പരിചയപ്പെടണം, വേണു പറഞ്ഞു. അയാളുടെ വാക്കുകൾ കേട്ടിട്ടാവാം ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന 2 സ്ത്രീകളും ഒരു പുരുഷനും സംസാരം നിർത്തി അയാളെ തുറിച്ചു നോക്കി. അവരുടെ നിശബ്ദത ടീച്ചറെ അസ്വസ്ഥയാക്കി. നാണമില്ലാലോ ഇതൊക്കെ എന്നോട് പറയാൻ, ടീച്ചർ പിറുപിറുത്തു.
ഒരു പ്രായത്തിൽ പുരുഷന് സ്ത്രീയോട് മോഹം തോന്നും. അതിലെന്താ അത്ഭുതം? വേണു ചോദിച്ചു. ആ മോഹം ഗുരുനാഥയോടല്ല പറയുക. ടീച്ചർ മുരണ്ടു. ബസ്സിന് എന്തു പറ്റി? വല്ല ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ടാവും. അവിടെ നിന്നിരുന്ന വൃദ്ധൻ പറഞ്ഞു. നേരാ, ഇല്ലെങ്കിൽ ഇപ്പോൾ വരേണ്ടതാ. ഇരുട്ടത്ത് തപ്പിപ്പിടിച്ച് നടക്കാനും വയ്യേ, ഒരു ഗർഭിണി പറഞ്ഞു. റോട്ടിലാച്ച കുണ്ടും കുഴിയും, ലൈറ്റും ഇല്ല. എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ രാവിലെ പോകണം. സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ഒക്കെ ഒരു നട്ടം തിരിച്ചില്ല. മറ്റേ സ്ത്രീ അഭിപ്രായപ്പെട്ടു. ടീച്ചറെ ഞാൻ സ്കൂട്ടറിൽ കൊണ്ടുവിടാം, വേണു പറഞ്ഞു. ശിവ, ഞാൻ ഈ ജന്മം സ്കൂട്ടർ കയറി പോവില്ല. മറിഞ്ഞു കെട്ടി വീണ തല ഉടയും, ടീച്ചർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാൻ ടീച്ചർ വീഴാതെ നോക്കാം. എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളെയും ഞാൻ കുറേ തവണ സ്കൂട്ടറിൽ കയറ്റിയിട്ടുണ്ട്. ആരും വീണിട്ടുമില്ല. സ്കൂട്ടറിൽ കയറാൻ ആദ്യം വേണ്ടത് വിശ്വാസമാണ്. എന്നെ വിശ്വാസമില്ല, അതുകൊണ്ട് ടീച്ചർ കയറില്ല എന്ന് പറയണത്. വേണു ആവലാതിപ്പെട്ടു. ഞാൻ നടന്നോളാം, അരമണിക്കൂറിൽ വീട്ടിലെത്തും. ടീച്ചർ കുലുങ്ങി റോഡരികിലൂടെ മുന്നോട്ട് നടന്നു തുടങ്ങി. ഞാനും കൂടെ വരാം. കാലം നന്നല്ല ടീച്ചറെ. വേണു അവരെ അനുഗമിച്ചു. അങ്ങനെ ഇങ്ങനെ ആ നിതംബം വിളിച്ചോതി. എനിക്ക് പേടിയൊന്നുമില്ല, ടീച്ചർ തിരിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞു. കുറച്ച് പേടി വേണം, വേണു പറഞ്ഞു. എനിക്ക് ആരെയും പേടില്ല, ടീച്ചർ വിളിച്ചു പറഞ്ഞു. ടീച്ചർ ബലാത്സംഗ കേസുകളെ പറ്റിയൊന്നും വായിക്കാറില്ലേ? വേണു ചോദിച്ചു. ബലാത്സംഗം എനിക്കെന്തിനാ പേടിക്കണ്ടേ? ഞാനൊരു തള്ളയല്ലേ? ടീച്ചർ പൊട്ടിച്ചിരിച്ചു. ചിരിക്കേണ്ട ടീച്ചറെ, ടീച്ചർക്ക് ടീച്ചറുടെ ഭംഗിയെപ്പറ്റി അറിയില്ല. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ടീച്ചറെ ഒന്ന് കൈ കിട്ടിയ ഭാഗ്യമാവുന്നു, വേണു പറഞ്ഞു. തിരിഞ്ഞു നോക്കുവാനും ഭയം ടീച്ചറെ അനുവദിച്ചില്ല. എന്തിനാണ് ഈ യുവാവ് തന്നെ ഭയപ്പെടുത്തുന്നത്? അയാൾ കുടിച്ചിരിക്കുമോ? സെക്സ് എന്ന് പറയുന്നത് ഒരു ശാരീരിക ആവശ്യമാണ് ടീച്ചറെ, വേണു ഉച്ചത്തിൽ പറഞ്ഞു. ടീച്ചർ ആ വാക്കുകൾ കേട്ടില്ലെന്ന് നടിച്ച് നടത്തത്തിന് വേഗം കൂട്ടി. ബലാത്സംഗം ചെയ്യുന്നവരുടെ മനഃശാസ്ത്രം ടീച്ചർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനൊരു സന്ദർഭം ഉണ്ടാക്കിയ സംഭവം നടക്കും. പിന്നെ മോങ്ങിയിട്ട് കാര്യമൊന്നുമില്ല, വേണു കലങ്ങിയ സ്വരത്തിൽ പറഞ്ഞു. ടീച്ചർ നടത്തത്തിന് വേഗം കൂട്ടി. തൻ്റെ കണങ്കാലുകൾക്ക് ഒരു മരവിപ്പ് അനുഭവപ്പെടുന്നത് പോലെ അവർക്ക് തോന്നി. ഞാൻ തന്നെ പൊയ്ക്കോളാം, വേണു എൻ്റെ പിന്നിൽ വരണ്ട, ടീച്ചർ പറഞ്ഞു. പേടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെ പേടിയോ? വേണു ചോദിച്ചു. ടീച്ചർ മറുപടി പറഞ്ഞില്ല. അവരുടെ കൈത്തലം വിയർത്തു. പിന്നീട് വീട്ടുവാതിൽക്കൽ എത്തിയതിനു ശേഷമാണ് ടീച്ചർ തിരിഞ്ഞു നോക്കിയത്. വേണു പിന്നിലുണ്ടായിരുന്നില്ല. ടീച്ചർ കിതച്ചുകൊണ്ട് വീട്ടിൽ കയറിയപ്പോൾ വൃദ്ധയായ അമ്മ ചോദിച്ചു. ഇരുട്ടിൽ തന്നെ നടന്നു വരേണ്ടിയിരുന്നില്ല, വല്ല ആൺകുട്ടികളെയും കൂട്ടായിരുന്നു. കാലം നന്നല്ല. പേപ്പറിൽ ഒരുട്ടം വായിക്കാറില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ ചെറുകഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്. ഇനി ഇതുപോലെ മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും വരും വരേക്കും നിങ്ങൾക്കെല്ലാവർക്കും വിടാം.